നമസ്കാരം. പ്രധാന വാർത്തകൾ. നാട് ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ജില്ലാതല വാരാചരണത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ റെസിഡൻസ് അപ്പീസ് കൗൺസിലിന്റെ ശുചിത്വ സ്വാശ്രയ പദ്ധതിക്ക് തുടക്കമായി. ഗാന്ധി ജയന്തിയിൽ മുട്ടത്ത് കോടതി സമുച്ചയത്തിൽ മെഗാ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന, ഗാന്ധി സന്ദേശയാത്ര എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. മന്ത്രി PJ ജോസഫ് വാരാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. റോഷി അഗസ്റ്റിൻ MLA, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ജില്ലാ കളക്ടർ T ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി സന്ദേശയാത്ര ഗാന്ധി സ്ക്വയറിന് സമീപം എത്തിച്ചേരുമ്പോൾ ബഹുമാനായ കേരളത്തിന്റെ ജനവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് അവർക്ക് ഗാന്ധി ഭവനിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ നാടകം, ദേശഭക്തി ഗാനങ്ങൾ തുടങ്ങിയവ മുനിസിപ്പൽ മൈതാനിയിൽ നടത്തി. ലോകത്തിന് സാധ്യതകളുമായി കടന്നുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിന വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സന്ദേശയാത്ര ഈ വാഹനത്തിന് പിന്നാലെ എന്റെ ജീവിതമാണ് ഇതിന്റെ സന്ദേശമെന്ന് ലോകത്തിലേക്ക് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിന വാരാഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴ റെസിഡൻസ് അപ്പീസ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ ശുചിത്വ സ്വാശ്രയ പദ്ധതിക്ക് തുടക്കമായി. ആനക്കോട് ജംഗ്ഷനിൽ മന്ത്രി PJ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സുബൈദ സയ്യിദ് മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഹാരിദ്, ജോസഫ് ജോൺ, ഷീജ ജയൻ, കൗൺസിലർ R ഹരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടണം. ഞാൻ 2005 എറണാകുളത്താണ് ആദ്യമായി മാലിന്യമില്ലാത്ത മലയാള നാട് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ് ലെവൽ കോൺഫറൻസ് വിളിച്ചു. പിന്നീട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും നടത്തുകയുണ്ടായി. സംസ്ഥാന ഗവൺമെന്റ് തന്നെ പിന്നീട് അത് അംഗീകരിച്ച് നയമായി ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ടുവന്നു. ആശയം നാം എല്ലാവരും അംഗീകരിക്കും. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് ശരിക്ക് ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്തവണത്തെ മുനിസിപ്പൽ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാലിന്യ സംസ്കരണത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. സമാന്തരമായി MC മാത്യുവിന്റെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷനും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൈകോർത്ത് പിടിച്ച് നീങ്ങിയാൽ നമുക്ക് ഈ മാലിന്യ സംസ്കരണം വളരെ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ബയോഗ്യാസ്, LPGയുടെ വില കൂടിയോടുകൂടി ബയോഗ്യാസ് ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും അത് ഉണ്ടാക്കാൻ നിർബന്ധിതമായി തീരും. എല്ലാ വീട്ടിലും ഇപ്പോൾ എല്ലായിടത്തും പശുവളത്തിൽ വേണമെന്നില്ല, ചാണകം ഇല്ലാതെ തന്നെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉണ്ടാക്കാം. ഒരു 1.5 മണിക്കൂർ 3 അംഗങ്ങളുള്ള ഒരു വീട്ടിലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ ഉപയോഗിക്കാവുന്ന ഗ്യാസ് ഉണ്ടാക്കാൻ കഴിയും.
ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മുട്ടത്ത് മെഗാ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ്, ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷനും തൊടുപുഴ ബാർ അസോസിയേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുട്ടം കോർട്ട് കോംപ്ലക്സിലായിരുന്നു ചടങ്ങ്. വിശ്വാസത്തോടും ബാക്കിയുള്ള ജീവിതകാലം കഴിക്കാൻ ശ്രമിക്കുക. ജീവിതം നഷ്ടപ്പെടുത്താൻ ഈ ദിവസത്തിലാണ് നിങ്ങൾ രണ്ടുപേരും യോജിക്കുന്നത്. നിങ്ങൾ ഉണ്ടായിപ്പെടുന്നു രണ്ടുപേരും. അതാണ് വേണ്ടത്. കാരണം അവരുടെ ജീവിതമല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? അതിനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തും കൂടി ഉണ്ടാവണം. കാരണം പണ്ടത്തെ കാലത്തൊക്കെ അച്ഛനമ്മമാരാണ് കൂടുതൽ ഇതാക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ഇന്ന് മക്കൾ കുറവ് 1-2 പേരെടുത്ത് നമ്മൾ കൂടുതൽ അവരെ ആണിച്ചിതാക്കുമ്പോൾ നമുക്ക് അവരെ സാഹസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഹൈക്കോടതി ജഡ്ജി എസ് സിരി ജഗൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. കോടതി വഴിയുള്ള ഒരു തീർപ്പിൽ എപ്പോഴും ഒരു ഭാഗം ജയിക്കുകയും മറ്റൊരു ഭാഗം തോൽക്കുകയും ചെയ്യും. തോൽക്കുന്നയാളിന് തീർച്ചയായിട്ടും നിരാശയുണ്ടാകും. ജയിക്കുന്ന ആളിനോട് പകയുണ്ടാകും. ആ പക ഒരു അപ്പീലിന്റെയോ റിവിഷന്റെയോ രൂപത്തിൽ വീണ്ടും വരും, സുപ്രീം കോടതി വരെ പോകും. ഈ രണ്ട് ലിറ്റിഗൻസും തമ്മിലുള്ള അകലം വർദ്ധിക്കുക, അവർ തമ്മിലുള്ള തർക്കം മൂലം അവരുടെ ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാം തമ്മിലും വിരോധം ഉണ്ടാകും. അപ്പോൾ ശാന്തിയും സമാധാനവും ഒരിക്കലും ആ കോടതി വഴിയുള്ള തീർപ്പ് മൂലം ഉണ്ടാകും. ഏറ്റവും ഉദാത്തമായ നീതി നിർവഹണ സംവിധാനം അല്ലെങ്കിൽ തർക്കപരിഹാര സംവിധാനം ആ തർക്കത്തിൽ ഉൾപ്പെട്ട കക്ഷികൾ തന്നെ അവരുടെ തർക്കത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ ഒരു തർക്കപരിഹാരം ഉണ്ടായാൽ രണ്ടുപേരും സുഹൃത്തുക്കളായി പിരിയുന്നു. അതുവഴി സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. 1987 ലീഗൽ സർവീസസ് അതോറിറ്റി നിയമം വന്നു. അന്ന് മുതൽ ലോക് അദാലത്ത് എന്ന സംവിധാനം കൊണ്ടുവന്നു. പിന്നീട് 2002 സിവിൽ നടപടി നിയമത്തിൽ 89-ാം വകുപ്പ് കൊണ്ടുവന്നു. അതിന് ആർബിട്രേഷൻ, കൺസീലിയേഷൻ, ജുഡീഷ്യൽ സെറ്റിൽമെന്റ്, ലോക് അദാലത്ത്, മീഡിയേഷൻ എന്നീ തർക്കപരിഹാര സംവിധാനങ്ങൾ കമ്പൽസറിയാക്കി. അത് സുപ്രീം കോടതി ആഫ്കോണിന്റെ ഡിസിഷനിൽ അത് എല്ലാ കോടതികളും നിർബന്ധമായും ഈ 5-ൽ ഒരു തർക്കപരിഹാര സംവിധാനം ശ്രമിച്ചിരിക്കണം എന്ന് വിധി പറയുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ലോക് അദാലത്തും മീഡിയേഷനും ഒക്കെ ഇപ്പോൾ നടത്തുന്നത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ ജഡ്ജി കെ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഫാമിലി കോടതി ജഡ്ജി ആനി ജോൺ ആശംസകൾ അർപ്പിച്ചു. തൊടുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ചിറ്റു രാജമാനാർ സ്വാഗതവും അഡീഷണൽ ജില്ലാ ജഡ്ജി ടി യു മാത്തുക്കുട്ടി നന്ദിയും പറഞ്ഞു. ജനമൈത്രി പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ മങ്ങാട്ടുകവല മൂപ്പിൽക്കടവ് റോഡ് ശുചീകരിച്ചു.
ശുചീകരണ പ്രവർത്തനങ്ങൾ ഡിവൈഎസ്പി ആന്റണി തോമസ് ഉദ്ഘാടനം ചെയ്തു. CI സജി മാർക്കോസ് അധ്യക്ഷനായിരുന്നു. ഫാദർ മാത്യു ജെ കുന്നത്ത്, ജനമൈത്രി കോഓർഡിനേറ്റർ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. നാം ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാത്മജി ഈ രാഷ്ട്രത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് നാം പറയേണ്ട കാര്യമില്ല. നമ്മുടെ രാഷ്ട്രപിതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നാം ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. അധികം ആളുകൾക്കൊന്നും പറയുവാൻ സാധിക്കുകയില്ലാത്ത ഒരു വാചകമാണത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. ഇടവെട്ടി പ്രണവം ക്ലബ്ബ്, കുടുംബശ്രീ, തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി വാരം ആചരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ, ശിശുമരം പദ്ധതി, സമ്പൂർണ്ണ ജൈവ പച്ചക്കറി ഗ്രാമം സർവേ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ഡെയ്സമ്മ വർക്കി, ഗീതാചന്ദ്രൻ, AK സുഭാഷ് കുമാർ, K ഹരിലാൽ, സരസ്വതി R എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സാമൂഹ്യക്ഷേമ വകുപ്പ് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവർക്ക് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ കുട്ടികൾക്ക് മാതൃകയാക്കി, ചെറുപ്പകാലം തൊട്ടേ മാതൃകയാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അംഗൻവാടിയിലൂടെയാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അംഗൻവാടികളുടെ പ്രവർത്തനം അതീവ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടവെട്ടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 15 അംഗൻവാടികളിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഏതാണ്ട് 28 ലക്ഷം രൂപയോളം അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇവരുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്രയും നല്ല പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇനിയും അംഗൻവാടികൾ മാതൃകയാകേണ്ടതുണ്ട്. ഇനിയും അവർക്ക് ഇതിനുള്ള അവസരം ജഗദീശ്വരൻ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചെയ്തോണ്ടിരിക്കണേ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, തൊഴിലാളി സംഘടനകൾ, തൊഴിലാളി സ്ഥാപനങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ 1, 2 സ്ഥാനത്തിന് അർഹരായ കുട്ടികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ഏറ്റവും കൂടുതൽ ബോണസ് വാങ്ങിയ തൊഴിലാളികളെയും കുടിശ്ശിക വരുത്താതെ ഏറ്റവും കൂടുതൽ പണമടച്ച തൊഴിലുടമയെയും 1000 രൂപയ്ക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് CJ അലക്സാണ്ടർ അധ്യക്ഷനായിരുന്നു. VA ജമാൽ മുഹമ്മദ്, TR സോമൻ, K സലീംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വടംവലി മത്സരത്തിൽ തൊടുപുഴ പച്ചക്കറി മാർക്കറ്റ് 2ാം പൂളിലെ തൊഴിലാളികൾ 1ാം സ്ഥാനം നേടി. പ്രിയപ്പെട്ട സഖാക്കൾ, അറിയാൻ വേണ്ടി പറയുന്നത്, നമ്മുടെ ചുമട്ടുതൊഴിലാളികളുടെ ഇടയിൽ കുട്ടികൾ ഡോക്ടർമാരായി ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നിരവധി സഖാക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കുട്ടികൾ എഞ്ചിനീയർമാരാണ്. അതുപോലെ തന്നെ നേഴ്സിംഗ് മേഖലയിലുണ്ട്, സർക്കാർ സർവീസിലുണ്ട്. നമ്മുടെ മക്കളെ നന്നായി ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് കടന്നു വരികയും അവരെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവര് ഒരു തൊഴിലിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ എന്തെല്ലാം പറയുമ്പോൾ ശകലമൊക്കെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് മാറി നിന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നേരെയാകാതിരിക്കാൻ വയ്യ. കാരണം എന്താണ്? ആ കുടുംബ അന്തരീക്ഷം തന്നെ മാറി. ഇവിടെ ചുമട്ടുതൊഴിലാളി ബോർഡ് വന്നപ്പോൾ എതിർത്ത കാര്യം പറഞ്ഞല്ലോ, സോമൻ സൂചിപ്പിച്ചു. ഇവിടെ ഭയങ്കര സമരം നടന്നതാണ്. 2 വാൾ പോലീസ് വന്ന സ്ഥലം ഇവിടെ എന്തെല്ലാം കൊലാഹലം നടന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ചുമട്ടുതൊഴിലാളിയുടെ വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ
ടൗണിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകളുടെ വീടുകളിലേക്ക് കടന്നിരുന്നു. പുതിയ തലമുറയെ കുറിച്ച് പറയുന്നില്ല. പഴയ ഒത്തിരി സഹാക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ ആ വീടിന്റെ അന്തരീക്ഷം, നല്ല വീട്, സാമാന്യം മെച്ചപ്പെട്ട നിലവാരത്തിൽ ജീവിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. നമ്മള് എല്ലാ വീടുകളിലും TV, ഫ്രിഡ്ജ്, മറ്റ് വീടാവശ്യങ്ങൾക്കായ ഗൃഹോപകരണങ്ങൾ എല്ലാം വാങ്ങി മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കുന്നു, നല്ല നിലയിൽ കെട്ടിച്ചു വിടുന്നു. ആ വിവാഹ ചടങ്ങുകളിൽ ഈ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു. ഈ ടൗണിലെ എത്രയോ ചുമട്ടുതൊഴിലാളികളുടെ മക്കളുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ആ ചടങ്ങുകളിൽ വന്ന് പങ്കെടുത്തു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിന്റെ മുഖ്യധാര ഭാഗമായി മാറി എന്നാണ് എന്റെ അർത്ഥം. പാചകവാതക വിതരണം സംബന്ധിച്ച പ്രതിസന്ധി പരിഹരിക്കാൻ ഏജൻസികളെ പങ്കെടുപ്പിച്ച് തൊടുപുഴയിൽ യോഗം നടന്നു. 70 ദിവസം വരെ ബുക്കിംഗ് ഉള്ളവർക്ക് മുൻഗണന നൽകി വിതരണം നടത്താൻ യോഗത്തിൽ തീരുമാനമായി. മുനിസിപ്പൽ ചെയർമാൻ, DYSP, സപ്ലൈ ഓഫീസർ, ഡെപ്യൂട്ടി തഹസീൽദാർ, CI, ഗ്യാസ് ഏജൻസി ഉടമകൾ എന്നിവരാണ് പങ്കെടുത്തത്. കൊടുക്കൂ എന്നുള്ളത് ഞാൻ മുന്നോട്ട് പോകാൻ. ഗാന്ധി ജയന്തി ദിനത്തിൽ തൊടുപുഴയിൽ ലഹരിവിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. എക്സൈസ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പരിപാടികൾ ആക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാതലത്തിലുള്ള ഒരു ഉദ്ഘാടന പ്രോഗ്രാമായിട്ടാണ് ഇന്നിവിടെ ഈ കൂട്ടയോട്ട പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നു. തുടർന്ന് സമാപന പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഈ പരിപാടി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമാണ്. സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണ കൂട്ടയോട്ടം കൂട്ടയോട്ടം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരിക. മാനവരാശിയുടെ പുരോഗതിക്ക് തന്നെ വിഘാതമായി മാറിയ മദ്യത്തിനും മയക്കുമരുന്നിനും പുകയില ഉൽപ്പന്നങ്ങൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇടുക്കി എക്സൈസ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഇടവെട്ടി ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇടവെട്ടി പഞ്ചായത്ത് ഓഫീസ് പരിസരം ശുചീകരിച്ചു. യൂനുസ് കിഴക്കേമഠം അധ്യക്ഷനായിരുന്ന യോഗത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇസ്മായിൽ, ഷാനവാസ്, റിയാസ്, മാഹിൻ എന്നിവർ സംസാരിച്ചു. നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ വളരെ എല്ലാവർക്കും മാതൃകയാകുന്ന തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതുസ്ഥാപനമെന്ന നിലയിൽ ഇടവെട്ടി പഞ്ചായത്ത് ഓഫീസിൻ്റെ മാലിന്യവിമുക്തമായ മേഖല, മാലിന്യം നിറഞ്ഞ മേഖല മാലിന്യവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഈ ക്ലീനിംഗ് പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ പല മാറ്റങ്ങൾക്കും പല നല്ല തീരുമാനങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ നേതൃത്വത്തിൽ ഭാവിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഈ കൂട്ടായ്മ കൂടുതൽ കരുത്തു പകരും എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഈ പ്രവർത്തനങ്ങൾ ഭാവിയിൽ കൂടുതൽ നല്ല നിലയിലേക്ക് ആളുകളെ സംഘടിപ്പിച്ച് കൂടുതൽ കൂട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനം ഭാവിയിൽ നിങ്ങൾ തുടരണം. ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു.
ഇടവെട്ടി കനാൽ റെസിഡൻസ് അസോസിയേഷന്റെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇടവെട്ടി MVIP കനാൽ റോഡ് ശുചീകരിച്ചു. കനാലിന്റെ ഇരുകരകളിലും ഉദ്യാനം നിർമ്മിക്കുന്നതിന്റെ ആദ്യഘട്ട പ്രവർത്തനം എന്ന നിലയിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണം സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ TM മുജീബിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സ്റ്റീഫൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മെമ്പർമാരായ ജയകൃഷ്ണൻ പുതിയടത്ത്, ഹനീഫ പാറേക്കണ്ടം, അസോസിയേഷൻ പ്രസിഡന്റ് സജി ചെട്ടിക്കാട്ട്, സെക്രട്ടറി VS പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ കുടുംബശ്രീയും തൊഴിലുറപ്പും എല്ലാവരും കൂടി നിങ്ങൾ ഇന്നിവിടെ ഏറ്റെടുക്കുന്ന ഈ മഹത്തായ അല്ലെങ്കിൽ ഉന്നതവും ഉദാത്തവും ഒക്കെയായ ഈ സൽപ്രവൃത്തി നമ്മുടെ നാടിന് മുഴുവനും മാതൃകയായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഡെയിലി കോട്ടയം തൊടുപുഴ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും റോഡിന് പുറത്തേക്ക് നോക്കിയാൽ പലപ്പോഴും നമ്മുടെ ഹൃദയ വേദന കൊണ്ട് പുളയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നെല്ലാപ്പാറ അങ്ങ് കഴിഞ്ഞ ഉടനെ കുറേ റബ്ബർ താഴെ നിൽപ്പുണ്ട്. അപ്പോൾ ആരും അധികം പുറത്ത് വീടുകൾ അധികം ഇല്ലാത്തൊരു പ്രദേശമാണ്. എല്ലാ ദിവസവും നോക്കുമ്പോൾ കാണാം ഒരു 8ഉം 10ഉം പുതിയ ചാക്കുകെട്ടുകൾ റോഡ് സൈഡിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് സംസ്കരിക്കാനോ അല്ലെങ്കിൽ നമുക്കിതുപോലുള്ള മാലിന്യങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്യാനോ ഉള്ളൊരു സംവിധാനമില്ലാത്ത സാഹചര്യത്തിൽ മനുഷ്യർക്ക് ഇത് വീട്ടിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കത്തില്ല. വേറെ എന്തും നമുക്ക് സൂക്ഷിക്കാം, മാലിന്യം സൂക്ഷിക്കാൻ സാധിക്കത്തില്ല. ആളുകൾ താമസിക്കാത്ത മേഖലകളിൽ കൊണ്ടുപോയി, ആളുകളില്ലാത്ത മേഖലകളിൽ കൊണ്ടുപോയി വലിച്ചെറിയുക എന്നുള്ളത് ഇന്നൊരു മനുഷ്യ പ്രകൃതിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് ചെയ്യാം, നമ്മൾ എല്ലാവരും ഇതിനായിട്ട് ഒരുമിച്ച് പരിശ്രമിക്കുക. കാരണം ജൈവ മാലിന്യങ്ങളും അല്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയും രണ്ടായിട്ട് തരംതിരിച്ചുകൊണ്ട് ജൈവ മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടെങ്കിൽ അവയ്ക്ക് ഇട്ടുകൊടുക്കുകയും പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ മാറ്റി അത് സംസ്കരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. പ്രസിഡന്റ് TJ ജോസഫ്, CP മാത്യു, S അശോകൻ, ജോൺ നെടിയപാല, PS ചന്ദ്രശേഖരപിള്ള, KV സിദ്ധാർത്ഥൻ, ബ്ലോക്ക് മണ്ഡലം വാർഡ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട് ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ജില്ലാതല വാരാചരണത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ റെസിഡൻസ് അപ്പേക്സ് കൗൺസിലിന്റെ ശുചിത്വ സ്വാശ്രയ പദ്ധതിക്ക് തുടക്കമായി. ഗാന്ധി ജയന്തിയിൽ മുട്ടത്ത് കോടതി സമുച്ചയത്തിൽ മെഗാ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.